വലതുവശത്തെ കള്ളൻ എന്നുള്ള സിനിമയുടെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ പ്രേക്ഷകർക്ക് ത്രില്ലർ ജോണറിൽ ഒരുപാട് കോണ്ടന്റ്സ് അവൈലബിൾ ആണ്. OTTയിലാണെങ്കിലും അല്ലാതെയൊക്കെ ഒരുപാട് കോണ്ടന്റ്സ് അവൈലബിൾ ആണ്. ഇതിനെല്ലാം അതിജീവിച്ച് നമ്മളൊരു സിനിമ തിയേറ്ററിൽ കാണാൻ പോകുന്നു. അപ്പോൾ സംതിങ് ന്യൂ ആ സിനിമയോ ആ ജോണറോ നമുക്ക് ഓഫർ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോണറിൽ സിനിമ എടുക്കുന്നത് വളരെയധികം റിസ്ക്കാണ്. അനോമി എന്ന് പറയുന്ന സിനിമ ഇതിനകത്തൊരു ഹൈ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വിഷ്വലിയൊക്കെ നല്ല പ്ലീസിംഗ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ സിനിമ തൃപ്തികരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിൽ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് ഭാവന അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആണ്. രണ്ടാമത്തേത് റഹ്മാൻ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. ഒരു ക്രൈം നടക്കുന്നു. തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ആ ക്രൈമിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സിനെയൊക്കെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പിന്നീട് ഭാവനയുടെ ക്യാരക്ടറിലേക്ക് കൂടുതലായിട്ട് പോവുകയാണ്. ഒരു അനിയനുണ്ട്. ഈ അനിയന് നടക്കുന്ന ഒരു പ്രശ്നവും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ അങ്ങോട്ടേക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ ഭാവനയുടെ ക്യാരക്ടറും പോലീസ് ഓഫീസറും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് എൻ്റെ ഇടയിൽ വെച്ച് നടക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത് ഒരേ കേസ് രണ്ടുപേര് അന്വേഷിക്കുന്നതാണ്. ഭാവന ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആയതുകൊണ്ട് ആ രീതിയിലും റഹ്മാൻ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ആ രീതിയിലും. അപ്പോൾ ഈ ഭാവനയുടെ ക്യാരക്ടർ ഭാവനയുടെ അനിയനായിട്ടുള്ള ആ ഒരു റിലേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുപാട് സമയം എടുത്ത് കാണിച്ച്, അതായത് ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ക്രൈം നടക്കുന്നതും ആ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. അതായത് വളരെ ഡ്യൂറേഷൻ, അനാവശ്യമായിട്ടുള്ള ഒരുപാട് സീക്വൻസുകൾ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്ന ആ ഒരു, ശരിക്കും പറഞ്ഞാൽ പറയാനുള്ള കാര്യം എത്രയും വേഗം എടുത്ത് പറയണം. അതല്ലാതെ 2.5 മണിക്കൂർ ഇങ്ങനെ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തോന്നിയ ഒരു പ്രശ്നം. പിന്നീട് റഹ്മാന്റെ ക്യാരക്ടറിലേക്ക് വരികയാണ്. റഹ്മാന്റെ ക്യാരക്ടറിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സ്ഥിരം ക്ലീഷ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അയാൾക്കൊരു ട്രോമയുണ്ട്. അയാളുടെ പാസ്റ്റിൽ എന്തോ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ. ഈ കാര്യങ്ങളെല്ലാം ഈ സിനിമയുടെ കഥയൊക്കെ അത്ര റിലവൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് സീൻസ് വെച്ചൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എഫക്റ്റീവായിട്ട് ഡയലോഗ്സിലൂടെ പറയാവുന്ന കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവർ അങ്ങനെയും ഒരുപാട് സമയം കളയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ധീരം പോലുള്ള സിനിമയിലൊക്കെ ആണെങ്കിൽ പോലും പ്രേക്ഷകരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വേറൊരാളെ മുമ്പിലേക്ക് ഇട്ട് തന്നിട്ട് അയാളാണെന്നുള്ള രീതിയിൽ അയാളെ മുന്നിൽ നിർത്തി കുറേ സീക്വൻസുകൾ അങ്ങനെയും. അപ്പം അങ്ങനെ ഈ സിനിമയ്ക്ക് ഏകദേശം 2-2.5 മണിക്കൂർ എന്തോ ഈ സിനിമയുണ്ട്. ഈ 2.5 മണിക്കൂറിൽ ഇതിൻ്റെ എഡിറ്റർക്ക് അനാവശ്യമായിട്ടുള്ള സീക്വൻസ് കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തു മാറ്റി ക്രിസ്പായിട്ട് ഒരു 2 മണിക്കൂറിൽ താഴെയാക്കി ഈ സിനിമ ഒരുക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് തന്നെ. ഈ സിനിമയുടെ കൺസെപ്റ്റ് കാര്യങ്ങൾ ഇപ്പോൾ ഒരു വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. നമുക്കങ്ങനെ ഒരു വാവ് ഫാക്ടറോ അല്ലെങ്കിൽ സംതിങ് ന്യൂ എന്ന് പറയുന്ന രീതിയിലുള്ളതൊന്നും അനോമി ഓഫർ ചെയ്യുന്നില്ല. ഇത് വളരെ ജനറിക് ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലിംഗ് എന്നുള്ള രീതിയിൽ അങ്ങനെ വരുന്നു. അതിന് ഇൻവെസ്റ്റിഗേഷൻ രണ്ട് രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഞാൻ പറഞ്ഞല്ലോ. ഒന്നൊരു ഫോറൻസിക് എക്സ്പേർട്ട് അന്വേഷിക്കുന്നു എന്നുള്ള രീതിയിലും ഒന്ന് റഹ്മാന്റെ പോലീസ്. അപ്പോൾ രണ്ട് ഇൻവെസ്റ്റിഗേഷൻ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് ഒരു ലേഡി ഫോറൻസിക് ഓഫീസർ അന്വേഷിക്കുമ്പോൾ ആ രീതിയിൽ നമ്മളുടെ നായകൻ ഒരു മാച്ചോ പോലീസുകാരനായതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ആ ഒരു ഡിഫറൻസ് ഈ പടത്തിലുണ്ട് രണ്ട് ഇൻവെസ്റ്റിഗേഷനും. എന്നാൽ പോലെ അവസാനം ഒരു പോയിന്റിലേക്ക് എത്തുന്നു, കില്ലറെ പിടികൂടുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ്. ഈ കില്ലറിന്റെ മോട്ടീവ് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഒരു പുതുമയുള്ളൊരു കൺസെപ്റ്റാണ്. മലയാള സിനിമയെ അപേക്ഷിച്ച് പുതുമയുള്ളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലോക സിനിമകളൊക്കെ ഒരുപാട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഒരുപാട് സിനിമകൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു സംതിങ് ന്യൂ എന്നുള്ള രീതിയിലൊന്നും തോന്നുന്നില്ല. പിന്നെ ഇതിലെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ ഭാവന അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. റഹ്മാന്റെ ക്യാരക്ടർ, പുള്ളിയുടെ ആ ഒരു ട്രോമ, പുള്ളിയുടെ ആ ഒരു പുള്ളി റിയാക്ട് ചെയ്യുന്ന വിധം, പുള്ളി ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു താല്പര്യമില്ലാതെ അഭിനയിക്കുന്ന പോലെയൊക്കെ തോന്നൂലേ, അതുപോലെയൊക്കെയാണ് ഈ സിനിമയിൽ. അങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നത്. പിന്നെ അർജുൻ ലാൽ കുറേ കാലത്തിന് ശേഷം തോന്നുന്നു പുള്ളി തന്മാത്രയുള്ള, പിന്നെ പുള്ളി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും പടം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് അത്യാവശ്യം നല്ല റോളാണ് ഇരിക്കുന്നത്. വിഷ്ണു അഗസ്ത്യയെ ഈ ഒരു റോളിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്യാനുള്ള ഒരു വകുപ്പുണ്ടെങ്കിലാണ് സാധാരണ വിഷ്ണു അഗസ്ത്യയുടെ സിനിമയിൽ കാണാറുള്ളത്. പക്ഷേ പുള്ളിക്ക് ഈ പടത്തിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ, ഇതിനകത്തൊരു ചേസ് സീക്വൻസ് വരുന്നത്, അതല്ലാതെ BGM തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൗണ്ടിന് വേണ്ടി നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളൊരു അറ്റ്മോസ് സ്ക്രീനിലാണ് ഈ പടം കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് മൂലം നമുക്ക് കിട്ടും. നല്ല നല്ല വർക്കാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഡ്യൂറേഷനാണ്. നല്ല രീതിയിലൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ക്രിസ്പായിട്ട് 2 മണിക്കൂറിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ലഭിച്ചേനെ. എന്നാൽ പോലും ഈ സിനിമയിലേക്ക് വരുന്നത് വളരെ ജനറിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും അങ്ങനെ ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് പോകുന്നത്. ഭാവനയുടെ ക്യാരക്ടർ തുടങ്ങി വെക്കുന്ന ഒരു അന്വേഷണമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഭാവനയുടെ ക്യാരക്ടറെ തന്നെ കാണുന്നില്ല. പിന്നെ ഫൈനൽ ആക്ട് ഒക്കെ ആകുമ്പോഴേക്കായിരിക്കും പുള്ളി വരുന്നത്. പിന്നെ അമല പോളിന്റെ ഒരു സിനിമയുണ്ട് കെഡാവർ എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കെഡാവർ സിനിമയെ ഓർമ്മിക്കുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഈ സിനിമയും മുമ്പോട്ട് പോകുന്നത്. ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ് വരുന്നത്.
ഈ സിനിമ 2.5 മണിക്കൂറുണ്ട്. അതിൽ 1 മണിക്കൂറാകുമ്പോഴാണ് ഇന്റർവെൽ വരുന്നത്. ഇന്റർവെൽ അപ്പോൾ നമ്മൾ വിചാരിക്കും കില്ലറിനെ ഇനി അങ്ങോട്ടേക്ക് കാണിക്കും എന്നുള്ളത്. പക്ഷേ നമ്മളെ പറ്റിച്ച് വീണ്ടും ഒരുപാട് അനാവശ്യമായിട്ടുള്ള സീക്വൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്ന് അങ്ങനെ വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് യഥാർത്ഥത്തിലുള്ള കില്ലറിനെ റിവീൽ ചെയ്തതിന് ശേഷമുള്ള പുള്ളി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓക്കെ സംതിങ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് തോന്നുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോഴൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിനിമയുടെ നല്ല സീനുകളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 2 മണിക്കൂറുള്ള ഈ വളരെ ജനറിക് ആയിട്ടുള്ള ബോറടിപ്പിക്കുന്ന ത്രില്ലിംഗ് അല്ലാത്ത രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇതെല്ലാം സഹിച്ച് വേണം ഇങ്ങോട്ടേക്ക് പോകാനായിട്ട്. അതാണ് ഈ സിനിമയുടെ എനിക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. മൊത്തത്തിൽ 2.5 മണിക്കൂറുള്ള അനാവശ്യമായിട്ട് ഒരുപാട് സീക്വൻസ് കാര്യങ്ങളൊക്കെ കുത്തിത്തിരികി നല്ല രീതിയിൽ ലാഗ് അടിപ്പിക്കുന്ന ഒരു സിനിമ. അതിനകത്ത് അവസാനത്തെ ഫൈനൽ ആക്ടിൽ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആണ് ഈ പടം നൽകുന്നത്.